നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വസുന്ധരാന്റിയുടെ മുഖംമൂടി പിച്ച് ചീന്താനുള്ള അവസരമാണിത്. മിഥുന് പിന്നിൽ ആരാണെന്നുള്ള സാറിന്റെ അന്വേഷണം വസുന്ധരാന്റിയിൽ തന്നെ എത്തിച്ചേരും. അതോടെ ഈശ്വരമംഗലം കുടുംബം തന്നെ ആന്റിയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടും. അമ്മ ഒരിക്കലും എന്നെ തകർക്കാൻ കൂട്ടു നിൽക്കില്ല. അതുകൊണ്ട് എനിക്കൊരിക്കലും അമ്മയെ വെറുക്കേണ്ടി വരില്ല. നീ എന്തൊന്നും മിണ്ടാത്തത്? സാറിനെ ഞാൻ എങ്ങനെ പിരിഞ്ഞിരിക്കുമെന്ന് ഓർക്കുമ്പോ നമ്മുടെ ശരീരം രണ്ടിടത്താണെന്നേ ഉള്ളൂ. മനസ്സുകൊണ്ട് നമ്മൾ ഒന്നായിരിക്കും. ഫോണിലൂടെ നമ്മളെല്ലാം സംസാരിക്കും. പക്ഷെ കാണാൻ പറ്റില്ലല്ലോ. അതിനല്ലേ വീഡിയോ കോള്. എനിക്കൊന്ന് തൊടണമെന്ന് തോന്നിയാലോ? എന്നെ തൊടണമെന്ന് നിനക്ക് തോന്നുന്ന നിമിഷം ഞാൻ അടുത്തെത്തിയിരിക്കും. ഇത് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം സേഫ് ആക്കാനുള്ള ഒരു മൂവ്മെന്റ് ആണ്. മക്കളും കൊച്ചുമക്കളും ഒക്കെയായി 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് നമുക്ക് ഈശ്വരമംഗലത്ത് ജീവിക്കണ്ടേ? വേണം. അപ്പോ നമ്മൾ ഈ അഭിനയം തുടങ്ങുന്നു അല്ലേ? നിന്നെ ഞാൻ പോകുന്ന വഴി ഇറക്കി വിടും. എന്നെ അങ്ങനെ ഇറക്കി വിടാൻ ഞാൻ സമ്മതിക്കില്ല. അയ്യോ നിധി, ഇത് നമ്മുടെ ഡ്രാമയാണ്. നമ്മൾ ഒരുമിച്ച് വീട്ടിലേക്ക് ചെന്നാൽ അത് ശരിയാവില്ല. ആദ്യം ഞാൻ പോവാം. അവിടെ ചെന്ന് നിന്നെ 10 കുറ്റം പറയാം. അത് കേട്ടുകൊണ്ട് വേണം നീ ഉള്ളിലേക്ക് വരാൻ. സാർ എന്നെ പറ്റി 10 കുറ്റം പറഞ്ഞാ ഞാൻ സാറിനെ പറ്റി 100 കുറ്റം പറയും. അടിപൊളി. അപ്പൊ ഞാൻ നിന്നോട് ദേഷ്യപ്പെടും. സാർ എന്നോട് ദേഷ്യപ്പെട്ട ഞാൻ അതിന്റെ ഇരട്ടി ദേഷ്യപ്പെടും. സൂപ്പർ. ഞാൻ ചിലപ്പോ ചീത്ത വിളിച്ചെന്നിരിക്കും. ചീത്ത വിളിക്കാനൊക്കെ എനിക്കും അറിയാം. എക്സലന്റ്. ഞാൻ ചിലപ്പോ നിനക്കിട്ട് 2 എണ്ണം പൊട്ടിക്കും. അയ്യോ അത് വേണ്ട സർ. എന്നെ തല്ലിയാ ഞാൻ ചിലപ്പോ തിരിച്ചു തല്ലിയെന്നിരിക്കും. അത് മൊത്തത്തിലുള്ള ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധിയെ ബാധിക്കും. നമ്മുടെ ഒരു സംസ്കാരം വെച്ച് ഭാര്യമാരെ അടി കൊള്ളാനുള്ളവരും ഭർത്താക്കന്മാരെ അടി കൊടുക്കാനുള്ളവരും അല്ലേ? ഓക്കെ, എങ്കിൽ വയലൻസ് വേണ്ട. പക്ഷേ തല്ലുന്ന ശബ്ദം കേൾപ്പിച്ച് തല്ലുന്നതായിട്ട് ആക്ട് ചെയ്താലോ? എങ്കിൽ ഞാൻ കരയുന്നത് പോലെ ആക്ട് ചെയ്യാം. അത് പൊളിക്കും. നമ്മൾ ഒരു കലക്ക് മോളെ. അല്ല സാറേ, എനിക്ക് സാറിനോട് വഴക്കിടാൻ ഭയങ്കര ഇഷ്ടാ. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ കോമഡി വഴക്കൊക്കെ അടിച്ച് മുന്നോട്ട് പോയാ പോരെ? എന്നോട് ഗുസ്തി പിടിക്കാന്ന് കേട്ടപ്പോ ചന്ദ്രകാന്റിയുടെ അസുഖം വരെ നീ മറന്നു അല്ലേ? ഒരു വീട്ടിൽ നിന്ന് വഴക്കടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പിരിഞ്ഞതായിട്ട് മിഥുന് തോന്നണം. എങ്കിലേ ഈ ഡ്രാമ വിജയിക്കൂ. മനസ്സിലായി സാർ. പക്ഷേ നമ്മള് പിരിയുന്ന സങ്കടം കൊണ്ട് ചോദിച്ചു പോയതോ? നീ വിഷമിക്കണ്ടെന്നേ. ആന്റിയുടെ അസുഖം ഭേദമാവുന്നോടെ മിഥുന്റെ കട്ടയും പടവും നമ്മളെ മടക്കും. അത് കഴിഞ്ഞാ പിന്നെ നമുക്ക് വഴക്കിടാൻ ഒരു ജന്മം മുഴുവൻ കിടക്കുകയല്ലേ? സാറേ, നിങ്ങൾ നടീനടന്മാരാണോ? ചേട്ടൻ എന്താ അങ്ങനെ ചോദിച്ചേ? അഭിനയിക്കുന്ന കാര്യം കേട്ടതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ പുതുമുഖ. പക്ഷേ ഈ സാറ് വലിയ സൂപ്പർ സ്റ്റാറാ. അഭിനയം മാത്രല്ല, കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം ഇതെല്ലാം നടത്തും. സോറി, ഞാൻ സാറിനെ സീരിയലിലോ സിനിമയിലോ ഒന്നും കണ്ടിട്ടില്ല. കാണാനുള്ള സാധ്യതയില്ല. കാരണം ഞാൻ ഈ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് തമിഴില. പേര് രജനീകാന്ത്. ചേട്ടാ, വണ്ടി ആ സൈഡിൽ നിർത്തണേ. അപ്പോ എല്ലാം പറഞ്ഞ പോലെ ഇറങ്ങിക്കോ. ശരി. ബെസ്റ്റ് വിഷസ്. സാറിനും ബെസ്റ്റ് വിഷസ്.
ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആദ്യം നിധിയെയും ചന്ദ്രികയും കാണാതായി. അതിനു പിന്നാലെ ഗൗതവും പോയി. അവൻ എവിടെയാണെന്ന് എനിക്കറിയണം. ആന്റി വെറുതെ BP കൂട്ടണ്ട. ഗൗതം നിധി അന്വേഷിച്ചു പോയതാവും. അവൻ എന്തിനാ അവളെ അന്വേഷിക്കുന്നത്? അവള് തിരിച്ചു വന്നാ ഞാൻ ഇവിടെ ഉണ്ടാവില്ലെന്ന് ഗൗതമിനോട് പറഞ്ഞതാണല്ലോ. നീ പറഞ്ഞെന്ന് കരുതിയേ കാട്ടിലുപേക്ഷിക്കാൻ നിധി ഒരു വളർത്തു ജീവിയൊന്നും അല്ല. നിയമപരമായി ഗൗതം കല്യാണം കഴിച്ച ഭാര്യയാ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഈ കുടുംബത്തിൽ ആർക്കും പറ്റില്ല. വസു, നീ കുറച്ച് സംയമനത്തോടെ പെരുമാറേണ്ടതായിരുന്നു. ചന്ദ്രയോട് നീ മോശമായി സംസാരിക്കാൻ പാടില്ലായിരുന്നു. ഞാനിപ്പോ സംസാരിച്ചതാണോ കുറ്റം? എന്നെ തല്ലുവെന്ന് വരെ നിധി ഭീഷണിപ്പെടുത്തിയത് ഏട്ടൻ അറിഞ്ഞില്ലേ? ഓ, അതൊന്നും ഏട്ടത്തി പറഞ്ഞു കൊടുത്തു കാണില്ല. എന്നെ പറ്റി ദുഷിപ്പ് പറയാൻ മാത്രമാണല്ലോ താല്പര്യം. അതിനവളെ മാപ്പ് പറയാൻ തയ്യാറായതാ. അതൊന്നും കേൾക്കാതെ വീണ്ടും കത്തിക്കയറി നിന്നതേ നീയാണ് വസു. ആയിക്കോട്ടെ, എല്ലാ കുറ്റവും എന്റെ തലയിൽ തന്നെ ഇരിക്കട്ടെ. ഇത് ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഡിവോഴ്സ് അല്ലാതെ ഇതിന് വേറൊരു പരിഹാരം ഇല്ല. ആ ദോഷജാതകക്കാരിയെ പുറത്താക്കി ഞാൻ ഈ വീട്ടിൽ ചാണകവെള്ളം തളിച്ച് ശുദ്ധമാക്കും. അമ്മേ, നിധി ഇറങ്ങിപ്പോയതാന്ന് തോന്നുന്നു. അന്വേഷിച്ചിട്ട് ഒരു വിവരവും കിട്ടുന്നില്ല. എടാ, നീ എന്തിനാടാ അന്വേഷിക്കാൻ പോകുന്നത്? അവൾ എവിടെയെങ്കിലും പോയി തൊലയട്ടെ എന്ന് കരുത്. അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ലീഗലി അവൾ എന്റെ ഭാര്യയാ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ സമാനം പറയേണ്ടി വരില്ലേ? എന്ന് കരുതി വീണ്ടും അവളെ ഇവിടെ പ്രതിഷ്ഠിക്കാനാണോ നിന്റെ ഭാവം? സ്വഭാവ ദൂഷ്യമുള്ള അവളുടെ കൂടെ ഒരു കൂരയ്ക്ക് കീഴിൽ കഴിയാൻ ഞാൻ തയ്യാറല്ല. ഞാനും തയ്യാറല്ല. അമ്മ പറഞ്ഞതുപോലെ ഡിവോഴ്സിനുള്ള ജോയിന്റ് പെറ്റീഷൻ ഇന്ന് തന്നെ സൈൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അവൾ എവിടെ വേണമെങ്കിലും പൊക്കോട്ടെ. ഗൗതം, നീ എന്താ ഈ പറയുന്നത്? ഇതുവരെ നീ പറഞ്ഞത് നിന്റെ ഭാര്യ നിനക്ക് വിശ്വാസമാണെന്നല്ലേ? അതിലൊരു മാറ്റം വരാൻ എന്തുണ്ടായി? അവക്ക് എന്നെ വേണ്ടാത്തതുകൊണ്ടല്ലേ ചന്ദ്രകാന്റിയോട് ഇറങ്ങിപ്പോയത്. ഒരു വാക്ക് എന്നോട് ചോദിച്ചോ? ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞുകൂടെ? അത് അവള് ചെയ്തോ? ഇല്ലല്ലോ. എന്നെ വേണ്ടെങ്കിൽ എനിക്കും അവളെ വേണ്ട. മിടുക്കൻ. ഇപ്പോഴാ ഗൗതം നീ ഒരു നട്ടലുള്ള പുരുഷനായത്. എനിക്ക് വലുത് എന്റെ അമ്മയാ. ഈ ജന്മത്ത് എനിക്ക് അമ്മയെ വെറുക്കാനാവില്ല. നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിന് തടസ്സം എന്റെ ഭാര്യയാണെങ്കിൽ ആ തടസ്സം ഒഴിവാക്കാൻ ഞാൻ തയ്യാറാ. ഗൗതം, നിനക്ക് എന്താണ് പറ്റിയേ? നിധി ഒഴിവാക്കാന്നൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു? എടുത്തി കൂടുതൽ സംസാരിച്ച് ഗൗതമിനെ വിഷമിപ്പിക്കണ്ട. മോനെ, മോൻ പോയി റെസ്റ്റ് എടുക്ക്. എനിക്കിപ്പോ റെസ്റ്റിന്റെ ഒന്നും ആവശ്യമില്ലമ്മേ. നിധി എന്താ ഇതുവരെ എത്താത്തത്? അവള് കൂടി വന്നാലേ ഈ ഡ്രാമ പൂർണ്ണമാവൂ. റെസ്റ്റ് വേണ്ടെന്ന് പറയല്ലേ ഗൗതം. വരൂ, ഞാൻ മോളിൽ കൊണ്ടേ കടത്താം. എന്റെ ചുറ്റുവട്ടത്ത് നിന്നെ കണ്ടുപോകരുത്. മാറിക്ക്. നീ എവിടെയായിരുന്നു ഇത്ര നേരം? ഞാനന്ന് പുറത്തു പോയി. എന്താ കുഴപ്പം? ആരോട് ചോദിച്ചിട്ടാ നീ ഇവിടുന്ന് പുറത്തു പോയത്?